നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ബബിത മുറിയിലിരിക്കുന്ന സമയത്താണ് അലീന ബബിതയുടെ അടുത്തേക്ക് വരുന്നത്. പിന്നീട് ബബിതയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. കാരണം ഡൈനിങ് ടേബിളിൽ ഇരുന്ന സമയത്ത് ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ കോളേജിലേക്ക് പോകണം എന്നൊക്കെ. പക്ഷേ ബബിത അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ബബിതയ്ക്ക് ഭയങ്കര നാണക്കേട്. കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളൊക്കെ തന്നെ കളിയാക്കുന്നൊക്കെ ഒരു ചിന്ത. അതുകൊണ്ട് താനിന്ന് പോകത്തില്ല എന്ന്. ഒരു വർഷം വെറുതെ കളയണ്ടെന്ന് പറഞ്ഞാലും ബബിത അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഈ സമയത്ത് അലീന ബബിതയുടെ അടുത്തേക്ക് പിന്നീട് വരുവാണ്. അങ്ങനെ മുറിയിലേക്ക് വന്ന് ബബിതയോട് സംസാരിക്കുന്ന സമയത്ത് അലീന പറഞ്ഞു, മോളെ നീ ഈ വീട്ടിലിരുന്ന് വെറുതെ ഒരു വർഷം കളയേണ്ട കാര്യമുണ്ടോ? കോളേജിലേക്ക് പോകുന്നല്ലേ നല്ലതെന്ന് ചോദിച്ചു. ബബിത പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എന്തിനാ നീ പോകാതിരിക്കുന്നേ? ഞാൻ നിന്നെ നിർബന്ധിക്കത്തൊന്നുമില്ല. പക്ഷെ നീ ഒരു കാര്യം വിചാരിക്കണം. കുറെ കുട്ടികളുണ്ട്, അവർക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ട്. പക്ഷെ പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ പഠനം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നവര്. നിനക്ക് ഈ പഠനത്തിൻ്റെ വില അറിയത്തില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഒരു പക്ഷേങ്കിൽ ഇത്തരം നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് കരകയറി പോയാലും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്ക്. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. +2 പഠിക്കുന്ന സമയത്ത് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എൻ്റെ ജീവിത സാഹചര്യം അതിനനുവദിച്ചില്ല. ഇന്ന് നിന്നെ വിട്ട് പഠിപ്പിക്കുന്ന പോലെ കോളേജിലൊന്നും വിട്ട് പഠിപ്പിക്കാനായിട്ട് എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ. പിന്നെ ഓർഫനേജിലാണ് വളർന്നത്. അപ്പോൾ ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ പഠനം പകുതി വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നു. പക്ഷെ നിനക്കൊക്കെയോ നല്ല സാഹചര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠിക്കാനായിട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് നീ പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുതെ വീട്ടിൽ ജീവൻ നശിപ്പിച്ച് കളയരുത്. നീ മറ്റുള്ളവരെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. പഠിക്കാനും ഒരു നേരത്തിന് ആഹാരത്തിന് പോലും ഭാഗ്യമില്ലാത്ത എത്രയോ കുട്ടികളുണ്ടെന്ന് അറിയാവോ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് സ്വർഗ്ഗമല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് ഭവതിയൊരു ഉപദേശമൊക്കെ നടത്തുന്നുണ്ട് അലീന. അങ്ങനെ ഉപദേശിച്ചിട്ട് അങ്ങ് തിരിഞ്ഞടക്കുമ്പോഴത്തേനും ഭവിത അലീനെ വിളിച്ചു. അലീന ചേച്ചിന്ന് വിളിച്ചു. അലീനെ അങ്ങ് തിരിഞ്ഞു നോക്കുവാണ്. അതെ, ഞാൻ പോയിക്കോളാം കോളേജിലേക്കെന്ന് പറഞ്ഞു. സത്യമാണെന്ന് മോളെ നീ പറയണേ. അതെ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. എങ്കിൽ ശരിയാ, എന്തെങ്കിൽ ശരി, ഒരു കാര്യം ചെയ്യാം, മോള് പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി റെഡി ആയിട്ട് വരാം, അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിതയെന്ന് അലീനെ നോക്കി. അലീനെ പറഞ്ഞു, എനിക്കറിയാം നീ എന്താ നോക്കണേന്ന്. നീ തനിച്ചു പോകണ്ട. നിനക്ക് തനിച്ചു പോകാൻ മടിയുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം. കാരണം തനിച്ചു പോകുന്ന സമയത്ത് ഇനി ഇങ്ങനെ ആരെങ്കിലും കളിയാക്കുമെന്നൊക്കെയുള്ള പേടി കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ്. കൃഷ്ണമോൾക്കും ഇതേ ഭയമായിരുന്നു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്. പക്ഷെ ആദ്യത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് പ്രശ്നങ്ങൾ. പിന്നെ അവളുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറി. അതുപോലെ തന്നെ ഇതും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാനിവിടെ കൂടെ വരാന്നേ. ഞാൻ നിന്നെ കൊണ്ടുവിട്ടിട്ട് തിരികെ വന്നോളാന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, അത് വേണ്ട, അലീന ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലേന്ന് ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ആകത്തില്ല, നീ പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞിട്ട് അലീന നേരെ മുറിയിലേക്ക് കയറി പോവാണ്. അങ്ങനെ ഈ സമയത്ത് വൈജി നല്ല കട്ടക്കലിപ്പിലാണ്. വൈജിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തൻ്റെ മക്കൾ പോലും തന്നോടൊപ്പം നിൽക്കുന്നില്ല. പോരാത്തതിന് വാടക വീട്ടിലേക്ക് താമസം മാറണമെന്ന് വിചാരിച്ചിട്ട് ഗംഗേടനോട്ട് പോയിട്ടുമില്ല. അങ്ങനെ എങ്ങാനും വാടകയ്ക്ക് മാറിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും മക്കളാരെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഗംഗേടൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പോലും അറിയത്തില്ല. ഗംഗാധരനെ ഇതിനു മുമ്പ് അവളുടെ കർണം തീർത്തുനിന്ന് പൊട്ടിച്ചിട്ടുണ്ട്. വൈജിക്ക് പേടിയാണ് ഗംഗാധരനെ. അപ്പം ആ ഒരു ഭയം ഉള്ളതുകൊണ്ട് വൈജയന്തി ഇങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. സാരമില്ല, ഒരവസരം തനിക്ക് കിട്ടും. ആ അലീന എന്ന് പറയുന്നവളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കാനായിട്ട്. അവൾ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ബാലേന്ദ്രൻ്റെ മനസ്സ് പോലും മാറിപ്പോയത്. ബാലേന്ദ്രൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. തന്നോട് എത്ര സ്നേഹമായിരുന്നു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർത്തെറിഞ്ഞ് അവളാന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഭയങ്കര ദേഷ്യം ഉണ്ടാവുകയാണ് വൈജയുടെ മനസ്സിൽ അലീനയെക്കുറിച്ച്. ഈ സമയത്ത് അലീന രോഹത്തിൻ്റെ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് എന്നിട്ട് രോഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നോക്കണം. എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ബബിതയെ കോളേജിൽ ഒന്ന് കൊണ്ടുപോയി വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു. കോളേജിൽ കൊണ്ടുപോയി വിടാനോ? അതെ, ഞാൻ കോളേജിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അലീന അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്ന് ബാലേന്ദ്രനോട് കാര്യങ്ങൾ പറയണം. അച്ഛാ, ഞാൻ ബബിതയെ കൊണ്ട് കോളേജ് വരെ പോകാമെന്ന് പറഞ്ഞു. കോളേജിലേക്ക് പോകാനാ? അതെന്താ? അവൾ കോളേജിൽ പോകാമെന്ന് സംഭവിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ നിർബന്ധിച്ചുകൊണ്ടാണോ അവൾ സമ്മതിച്ചതെന്ന് ചോദിച്ചു. നിർബന്ധിക്കാനാ? ഞാൻ നിർബന്ധിച്ചൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ തോന്നി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. അവനോട് നന്നാവണം എന്ന് അവനോ തീരുമാനിക്കണം. ഞാൻ എത്ര ഉന്തി മരം കയറ്റിയാലും മരം കയറാനൊന്നും പോകുന്നില്ല. ഇപ്പം അവൾക്ക് തോന്നി അവൾക്ക് നന്നാവണമെന്ന്, കോളേജിൽ പോകണമെന്ന്, അതുകൊണ്ടാന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, നിന്നെ സംഭവിച്ചു തന്നിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് നീ കാര്യം നേടിയെടുത്തല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല അച്ഛൻ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു.
ഒടുവിൽ അലീന അങ്ങോട്ട് റെഡിയാവാനായിട്ട് പോകുകയാണ്. ഈ സമയത്ത് കൃഷ്ണമോള് രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നു. രോഹിത്തിൻ്റെ അടുത്ത് വന്നിട്ട് രോഹിത്തിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് രോഹിത്തേട്ട, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പം എനിക്ക് ഭേദമുണ്ടെന്ന് പറഞ്ഞു. എല്ലാ അലീന ചേച്ചി കാണാം, അലീന ചേച്ചി പാവ, രോഹിത്തേട്ടൻ ഉദ്ദേശിച്ച ആളൊന്നും അല്ലെന്ന് പറഞ്ഞു. രോഹിത്തേട്ടൻ എത്ര തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അലീന ചേച്ചിയോട്, എത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് പോലും അതൊന്നും മനസ്സിൽ വെക്കാതെ രോഹിത്തേട്ടനെ ശുശ്രൂഷിച്ച് ഇത്രയും വരെ ആക്കിയെടുത്തില്ലേ. ശരിക്കും ഇന്നലെ രാത്രിയിലത്തെ പനി കണ്ടപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു പോയായിരുന്നു. പക്ഷേ അലീന ചേച്ചി ഒരാളുള്ളതുകൊണ്ട് മാത്രമാണ് രോഹിത്തേട്ടൻ ഇപ്പം ജീവനോടെ ഇരിക്കണേന്ന് പറഞ്ഞു. അത് രോഹിത്തിന് നന്നായിട്ടറിയാം. കാരണം അലീന ഇല്ലായിരുന്നെങ്കിൽ താൻ എന്തായി തീരുമായിരുന്നു. കൃഷ്ണമോളെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയപ്പോഴും രോഹിത്തിൻ്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും വരുവാണ്. ഹരിയുമായിട്ട് ചേർന്ന് താൻ എന്തൊക്കെ ദുഷ്ടത്തരോ കാണിച്ചേ, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് തനിക്ക് എന്ത് നേട്ടം ഉണ്ടായത്? തന്നെ സഹോദരനെ പോലെ കാണുന്നവരാണ് അലീന. അങ്ങനെയുള്ള അവരെയാണ് താൻ ഇത്ര ദ്രോഹിച്ച് തന്നോട് ദൈവം പോലും പൊറുക്കില്ല എന്നൊക്കെ ഒരു ചിന്ത രോഗത്തിന് മനസ്സിലുണ്ട്. അവന് പശ്ചാത്താപം തോന്നി തുടങ്ങിയിട്ടുണ്ട് ചെയ്ത തെറ്റുകൾക്കൊക്കെ. കാരണം അതുപോലത്തെ പ്രകടനമായിരുന്നല്ലോ അലീന കാഴ്ചവെച്ചത്. പിന്നീട് ബാലേന്ദ്രന് ഓഫീസിലേക്ക് പോയിട്ട് റെഡിയാവുകയാണ്. ഈ സമയത്ത് അലീന എന്ത് ചെയ്തു, വൈജയുടെ അടുത്തേക്ക് ഇല്ലണം. വൈജയുടെ മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി അവിടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടേ വെച്ചിട്ടുണ്ട്, മാഡത്തിന് വിശപ്പ് തോന്നുമ്പോൾ എടുത്ത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ വൈജി പറഞ്ഞു, നീ എനിക്കൊരു ഫുഡും തരണ്ട, ഒന്നും തരണ്ടെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, മേഡം അങ്ങനെ പറയരുത്, എനിക്ക് അത്യാവശ്യമായിട്ട് ഭവിതയുടെ കൂടെ കോളേജ് വരെ പോകേണ്ടതുണ്ടാ. അപ്പം നീ കോളേജ് പഠിപ്പിനും തുടങ്ങിയോ? ഇന്ന് മുതലാ നീ ലെക്ചറായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, മേഡം കളിയാക്കൊന്നും വേണ്ട, ഭവിതയ്ക്കൊരു കൂട്ടു പോകുന്ന കൂട്ടോ, അതിന് നിന്റെ ആവശ്യം എന്താ അവൾക്ക്? നീ കൂട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവൾക്ക് തന്നെ പോകാനും വരാനൊക്കെ അറിയാം. ഇത് കേട്ടാണ് ഭവിത അങ്ങോട്ടേക്ക് വരുന്നത്. ഭവിത വന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എന്താ അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്നോടൊപ്പം അല്ലേ അലീന ചേച്ചി വരുന്നത്, പിന്നെന്താന്ന് ചോദിച്ചു. പെട്ടെന്ന് വൈദ്യ ഞെട്ടിപ്പോയി. കാരണം ഭവിത അലീനെ സപ്പോർട്ട് ചെയ്യാമെന്ന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലീനെ ഭവിതയോട് പറഞ്ഞ് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അതേ സമയത്താണ് പുറത്തൊരു കാറ് വന്നിരുന്നത്. കാറിനകത്തുനിന്ന് മണിശങ്കർ ഇറങ്ങുകയാണ്. അപ്പം മണിശങ്കറിനാണെങ്കിൽ വീട്ടിലൊരു സ്വസ്ഥത സമാധാനം ഉണ്ടായിരുന്നില്ല. കമലയാണെങ്കിൽ എങ്ങനെയെങ്കിലും അലീനെ സ്വാധീനിച്ച് തൻ്റെ മോനെ കൂടെ പുറത്തിറക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. കാരണം മണിശങ്കർ കുറേ പറഞ്ഞു നോക്കി കമലയോട്, പക്ഷെ കമലയൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. അവന് കിട്ടിയ ശിക്ഷ അതവനെ അർഹിക്കും തന്നെയാണ്. അവൻ ചെയ്ത ക്രൂരതയ്ക്കുള്ള ഫലം അവന് കിട്ടിയിരിക്കുന്നത്. ഇനി അവനെ രക്ഷിക്കാനായിട്ട് സാക്ഷാൽ ദേവനമ്പരാന് പോലും പറ്റില്ല. കാരണം അതുപോലത്തെ തെറ്റ് അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ അവനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അപ്പം കമലയുടെ വിചാരം അലീനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണ്യ കേൾക്കും, മൊഴി മാറ്റി പറയുന്നൊക്കെയാണ്. പക്ഷേ രോഹിത്ത് തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അവനെ ശിക്ഷിക്കായിരുന്നെന്നുള്ള കാര്യമൊന്നും അതൊന്നും കമല ചിന്തിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് മണിശങ്കറിന് അവിടെ ഇരിക്കാൻ തോന്നാത്തതുകൊണ്ട് മണിശങ്കർ കടപ്പാട്ട് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അലീനയാണ് വന്ന് കഥ തുറക്കുന്നത്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ പറഞ്ഞു, മാഡം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. മാടമൊന്നുമല്ല, ഞാനൊരു മാടമല്ല എന്ന് പറഞ്ഞു. പിന്നെ മാടമല്ലെങ്കിലും ഈ കുടുംബത്തിന് നാഥയല്ലേന്ന് ചോദിച്ചു. നാഥയോ? പിന്നെ നാഥയൊന്നുമല്ല, ഞാൻ അനാഥയാന്ന് പറഞ്ഞു. പിന്നെ അതെങ്ങനെയാ അനാഥയാവുന്നേ? ഞാൻ ജീവനോടെ ഉള്ളപ്പോഴെങ്ങനെയാ അനാഥയാവുന്നേ? നാഥൻ ഇവിടെ അടുത്തുള്ളപ്പോൾ പിന്നെ എങ്ങനെയാ അനാഥയാവുന്നതെന്ന് ചോദിച്ചു. ഒരു ഞെട്ടലോട് കൂടിയിട്ട് അലീന മനുവിനെ നോക്കണം. എന്താണെങ്കിലും ഇനിയിപ്പോൾ അവർ കോളേജിലേക്ക് പോണ സമയത്ത് അവരോടൊപ്പം മനുവും ചേരും, ബബിതയ്ക്കും അലീനയ്ക്കും കൂട്ടായിട്ട്. എന്താണെങ്കിലും അവിടെ അലീനെ തോറ്റുപോകാനായിട്ട് പോകുന്നില്ല. കോളേജിൽ ചെന്നാലും അലീന നല്ല ബോൾഡായിരിക്കും. ബബിതയ്ക്ക് വേണ്ടിയിട്ട് അലീനെ പോരാടുക തന്നെ ചെയ്യും. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ബബിതയ്ക്കൊരു കാര്യം മനസ്സിലാവും, ഇവിടെ തൻ്റെ സ്വന്തമാണ്, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരുന്നേ, താൻ ഇത്ര ദ്രോഹമൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ ചെയ്തു തരുന്നിട്ടെങ്കിൽ അത്ര സ്നേഹമുള്ളതുകൊണ്ടാണ് എന്നൊക്കെ ഒരു ചിന്ത ബബിതയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.